ചിത്രത്തിൽ കാണുന്നത് വാട്ടർ ഉപയോഗിച്ച് എഞ്ചിനെ കൂൾ ചെയ്യുന്ന മറ്റൊരു രീതിയാണ്. ഇതിനെ പമ്പ് സർക്കുലേഷൻ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നു. തെർമോസൈഫൺ സിസ്റ്റത്തിൽ വെള്ളത്തിൻ്റെ സർക്കുലേഷൻ സിലിണ്ടർ ബ്ലോക്കിനെ തണുപ്പിക്കുന്നതിൽ വേണ്ടത്ര ഫലപ്രദമല്ല. കാരണം വളരെ കൂടിയ അളവിലാണ് എഞ്ചിൻ ചൂട് പുറത്തുവിടുന്നത്. ഇത്രയധികം ചൂട് പെട്ടെന്ന് തണുപ്പിക്കാൻ തെർമോസൈഫൺ സിസ്റ്റത്തിൽ കഴിയില്ല. അതുകൊണ്ട് റേഡിയേറ്ററിനും എഞ്ചിൻ ബ്ലോക്കിനും ഇടയിലായി താഴെ ഭാഗത്തായിട്ട് ഒരു വാട്ടർ പമ്പ് ഘടിപ്പിക്കുന്നു. ഈ വാട്ടർ പമ്പ് പ്രവർത്തിക്കുന്നത് എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും ഒരു ബെൽറ്റിൻ്റെ സഹായത്തോടു കൂടി കണക്ഷൻ എടുത്തിട്ടാണ്. പമ്പ് തിരിയുന്ന സമയത്ത് റേഡിയേറ്ററിൽ നിന്നും വെള്ളം വളരെ ശക്തിയായി എഞ്ചിൻ ബ്ലോക്കിനുള്ളിലൂടെ ട്രാവൽ ചെയ്ത് റേഡിയേറ്ററിലേക്ക് തന്നെ എത്തുന്നു. പോസിറ്റീവ് ദിശയിലുള്ള കറക്കമായതുകൊണ്ട് തന്നെ വളരെ സുഖകരമായിട്ട് തന്നെ വാട്ടർ സർക്കുലേഷൻ ഇവിടെ സാധ്യമാവുന്നു. ഇതുവഴി പ്രയാസമില്ലാതെ തന്നെ എഞ്ചിൻ ബ്ലോക്കിലെ ചൂട് അകറ്റപ്പെടുന്നു. ഇവിടെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് പമ്പ് വളരെ ശക്തിയായി വാട്ടറിനെ സർക്കുലേറ്റ് ചെയ്യിക്കുന്നത് കൊണ്ട് തന്നെ എഞ്ചിൻ കൂടുതലായി തണുക്കുന്നതിന് സാധ്യതകളുണ്ട്. ഇവിടെ എഞ്ചിനെ തണുപ്പിക്കുന്ന മാധ്യമം വാട്ടറാണ്. ഇതിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്ന വാട്ടറാണ് എഞ്ചിനെ തണുപ്പിക്കുന്നത്. അതിനാൽ തന്നെ ഈ വാട്ടറിൻ്റെ താപം 75 ഡിഗ്രിയിൽ കുറയാനോ 90 ഡിഗ്രിയിൽ കൂടാനോ പാടുള്ളതല്ല. എങ്കിൽ മാത്രമേ എഞ്ചിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുകയുള്ളൂ. ഹീറ്റിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് തെർമോസ്റ്റാറ്റ് വാൽവുകൾ പമ്പ് സർക്കുലേഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. റേഡിയേറ്ററിനും എഞ്ചിൻ ബ്ലോക്കിനും ഇടയിലായി തന്നെ മുകൾ ഭാഗത്ത് കാണുന്ന ഡിവൈസാണ് തെർമോസ്റ്റാറ്റ് വാൽവ്. ഇവിടെ ഒരു ബെല്ലോ ടൈപ്പ് തെർമോസ്റ്റാറ്റ് വാൽവാണ് കാണാൻ സാധിക്കുന്നത്.